पूछते हैं कि मोदी जी हर तरह के सवाल का जवाब दे सकते हैं, तो आखिरकार प्रेस कॉन्फ्रेंस या इंटरव्यू क्यों नहीं करते? കഴിഞ്ഞ ദിവസം മോദിജിയോട് ഒരു ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഇന്ത്യ ടുഡേയുടെ ആജ് തക് പ്രോഗ്രാമില്. എന്തുകൊണ്ടാണ് താങ്കൾ ഒരു പ്രസ് കോൺഫറൻസ് പോലും വിളിച്ച് അതിൽ സംസാരിക്കാത്തതെന്ന്. അതിനുള്ള മോദിജിയുടെ ആൻസർ ഇതായിരുന്നു. मैं जवाबदेह हूं पार्लियामेंट को, बस सब सवाल का जवाब देने के लिए तैयार हूं. അതായത് ഞാനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് അതില് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാനല്ല ഇരിക്കുന്നത്. ഞാൻ പാർലമെന്റിലാണ് ആൻസറബിൾ. അതായത് പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ആൻസർ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ മറുപടി ഈ ചോദ്യത്തിന്റെ. ഇനി ശരിക്കും നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരിക്കലെങ്കിലും പാർലമെന്റിൽ, ലോക്സഭയിൽ, രാജ്യസഭയിൽ എവിടെയെങ്കിലും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ആൻസറെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും എതിർ പാർട്ടി പ്രതിപക്ഷത്ത് നിന്ന് ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് പോലും മറുപടി കൊടുത്തില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഷോക്കിംഗ് ആയിരിക്കും. നമ്മൾ പലരും വിട്ടുപോയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോദിജി പ്രസ് കോൺഫറൻസ് വിളിക്കുന്നില്ല, അങ്ങനെ കോൺഫറൻസ് വിളിച്ചിട്ട് അതിൽ സംസാരിക്കുന്നില്ല, പത്രക്കാരുടെ ചോദ്യങ്ങൾ പേടിച്ചിട്ടാണെന്നുള്ളത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പാർലമെന്റിൽ പോലും നമ്മുടെ നരേന്ദ്രമോദിജിയുടെ 56 ഇഞ്ചിന് ആ ഒരു ധൈര്യം വന്നിട്ടില്ല എന്ന് നമ്മളെല്ലാവരും അടുത്താണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ സത്യം. അത് മാത്രമല്ല, 2020 ഈ കൊറോണ പാൻഡമിക് ടൈമിന്റെ സമയത്ത് നമ്മുടെ BJP കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യം കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അതായത് പാർലമെന്റിലെ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടി, അതായത് ഒരു MPസിനും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം കൊടുക്കാതെ, അതായത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ 15 ദിവസം, പാർലമെന്റ് കൂടുന്ന 15 ദിവസം മുമ്പ് സബ്മിറ്റ് ചെയ്തോളാം. അതിന് സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതായത് സമയക്കുറവ്. ഈ പാർലമെന്റ്, നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് പാർലമെന്റിന്റെ സമയ ചുരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വർഷങ്ങളായി ഇപ്പം നമ്മുടെ പാർലമെന്റ് ടൈമിംഗ് എല്ലാം, അതായത് പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത്തരം ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ ഒരു നിയമം പോലും നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ BJP, നമ്മുടെ മോദിജി ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം പത്രക്കാരുടെ മുമ്പിൽ പോയിട്ട് പാർലമെന്റ് പോലും സംസാരിക്കാനുള്ള നട്ടലില്ലാത്ത പ്രധാനമന്ത്രിയാണ് നമ്മുടെ. അപ്പൊ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും ഡെമോക്രസിയും ഈ പറഞ്ഞ ഒരു തേങ്ങയും മുന്നോട്ട് നടക്കാൻ പോകുന്നില്ല. അത് നടത്തത്തുമില്ല നമ്മുടെ പ്രധാനമന്ത്രി.